ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബോർഡ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. ബോർഡ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നതാണ് ബോർഡ്. കണ്ട ഒരു പില്ലോയുടെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇത് പില്ലോ അല്ല, നമുക്ക് ഈ ഫോട്ടോ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ നേരത്തും ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബോർഡാണിത്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇതുപോലെ ഫോം ഷീറ്റ് വേണം. ഫോം ഷീറ്റിൻ്റെ തിക്നെസ് ഞാൻ ചെറുത് ഒരു 0.5 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള ഫോം ഷീറ്റ് എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫോം ബോർഡാണ്. ഫോം ബോർഡിൻ്റെ തിക്നെസ് വരുന്നത് 2.8 mm ആണ്. ഞാനിതിന് യൂസ് ചെയ്ത സൈസ് എന്ന് പറഞ്ഞാൽ ഫോം ബോർഡ് 12x12 സൈസിലുള്ള ഒരു ഫോം ബോർഡാണ് യൂസ് ചെയ്തത്. ഇത് ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഫോം ബോർഡ് നടുക്ക് വയ്ക്കുക. അതിനുശേഷം രണ്ട് സൈഡിലും ഫോം ഷീറ്റ് രണ്ട് സൈഡിലും ഞാൻ ഓരോ ലെയർ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓരോ ലെയർ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാ സൈഡുകളും ഇതുപോലെ കുറച്ച് വീതിയുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുക. ഓക്കെ, ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്ത് മെറ്റീരിയൽ എടുത്തിട്ട് അത് കവർ ചെയ്യുക. നമ്മൾ പില്ലോ ഒക്കെ കവർ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് കവർ ചെയ്യുക. ഒത്തിരി സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യരുത്. കോട്ടൺ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ക്ലോത്ത് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് നമ്മുടെ ഫോട്ടോയിൽ ഹോൾസ് ഉണ്ടാക്കാം. അതല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. താങ്ക്